ഓഗസ്റ്റ് മാസം 28-ാം തീയതി ക്രിസ്തുവർഷം 2024. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവകൃപയാൽ ദൈവവചനവുമായി ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. നിങ്ങൾക്കേവർക്കും, എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ ദൈവവചന വായനയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം അത് 24 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. തിരുവചന വായന അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 24 മുതൽ 31 വരെ. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പിണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ചെയ്യപ്പെടുന്നില്ല. ഭൂതലത്തിലെങ്ങ് കുടിയിരുപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നില്ല താനും. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവി വരന്മാരിൽ ചിലർ നാം അവൻ്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തി തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതല്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ ദൈവമേ, അവിടുന്ന് പരിശുദ്ധനും നിത്യനുമായ ആകയാൽ അവിടത്തേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. പുത്രൻ്റെ കാൽവരി മരണത്തിലൂടെ നിരപ്പ് ലഭിച്ച ഞങ്ങൾക്ക് പരിശുദ്ധാത്മാ ശക്തിയിൽ ദൈവസന്നിധിയിൽ വന്ന് സ്തുതി സ്തോത്രം അർപ്പിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കിയതിന് നന്ദിയോടെ സ്തുതി പറയുന്നു. അവിടുത്തെ സത്യവചനം പഠിക്കുമ്പോൾ പാപബോധം ഉണ്ടാകുവാനും യേശുക്രിസ്തുവെ കർത്താവും രക്ഷകനുമായി വിശ്വസിക്കുവാനും പരിശുദ്ധാത്മാവിനിൽ സാധ്യമാക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നാം പഠിച്ചു വരുന്ന വേദഭാഗം 1 കൊരിന്ത്യരിൽ നിന്ന് 2-ാം അധ്യായത്തിലെ ആത്മീകനോ സകലതും വിവേചിക്കുന്നു. അപ്പോൾ എങ്ങനെ ആത്മീകനാകാം എന്ന് 1 കൊരിന്ത്യ ലേഖനത്തിലും അതിനോട് ബന്ധപ്പെട്ട പല ദൈവവചനത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു വരികയായിരുന്നു. അതുകൊണ്ട് ആത്മീയനാകണം, അത് യേശു ക്രിസ്തു എന്നും അവൻ മരിച്ചു, കാൽവരി ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടു എന്നും അവൻ ഉയർത്തെഴുന്നേറ്റുവെന്നും വിശ്വസിക്കുന്നവരാണ് ആത്മീയരായിത്തീരുന്നത്. ഇതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ ഈ ദൈവിക സത്യങ്ങൾ പലരെയും അതിനെ ചൊടിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് സ്വാഭാവികമാണ്. ഒരു യുദ്ധത്തിൽ ഒരു വെടി വെച്ചിട്ട് ഒരു ശബ്ദമോടെ കേൾക്കുന്നില്ല എങ്കിൽ, ആ വെടിപൊട്ടി ശബ്ദം മാത്രമാണ് എങ്കിൽ അതിൻ്റെ അർത്ഥം അത് ശത്രുവിനെ ആക്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. എന്നാൽ ഒരു കരച്ചിൽ കേൾക്കുമ്പോൾ അത് അതിൻ്റെ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെയാണ് ദൈവവചനം നാം പഠിപ്പിക്കുമ്പോൾ അത് ഒരു വ്യത്യാസമോ വികാരമോ അതിന് ഉണ്ടാക്കുന്നില്ല എന്നാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഉദ്ദിസ്ഥാനം എത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. എന്നാൽ അവിടെ ചലനങ്ങളുണ്ടാക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത അതാണ്. അത് ശക്തിയും ജീവനുമുള്ള ദൈവവചനമാണ്. അത് ചില ഹൃദയങ്ങളിൽ പ്രവർത്തിക്കും. അവിടെ കരച്ചിലോ പല്ലുകടിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അത് നിങ്ങൾ ദൈവികമായ തലത്തിൽ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ആലോചിച്ച് അത് വ്യക്തിപരമായി നമ്മളോട് ദൈവം ഇടപെടുന്നതാണോ എന്ന് നമ്മൾ ആലോചിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ അത് മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വായിച്ച ദൈവവചനത്തിൻ്റെ ഭാഗം അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൻ്റെ 24-34 വാക്യങ്ങൾ, ഇത് പൗലോസിൻ്റെ ഒരു പ്രസംഗമാണ്. ഏകദേശം 13 ലേഖനങ്ങൾ എഴുതിയ ഒരു വ്യക്തിയാണ് അപ്പസ്തോലനായ പൗലോസ്. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങൾ, അത് സൂക്ഷിച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ദൈവത്തിൻ്റെ ഈ വചനം, അത് പരിശുദ്ധാത്മാവിലും അവൻ്റെ ശക്തിയിലും എഴുതപ്പെട്ട പുസ്തകവും സൂക്ഷിക്കപ്പെടുന്ന പുസ്തകവുമാണ്. അതാണ് ഞങ്ങൾ പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ പഠിപ്പിക്കുന്നത്. ഇത് സ്വന്തമായ അഭിപ്രായമല്ല. എന്നാൽ ഈ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സത്യമാണ് എങ്കിൽ, ഇത് അളക്കാനുള്ള മാനദണ്ഡമാണ് എങ്കിൽ, ബാക്കിയെല്ലാം തെറ്റാണ് എന്നുകൂടി പലപ്പോഴും പറയേണ്ടി വരും. അവിടെയാണ് മനുഷ്യർക്ക് പ്രയാസങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് അല്പം പ്രയാസമുണ്ടാക്കിയാലും പ്രശ്നമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഇവിടെ നമ്മൾ വായിച്ച പോലെ ഒരു ദിവസം യേശുക്രിസ്തു ന്യായം വിധിക്കും എന്നുള്ള ദൈവവചനം നിലനിൽക്കെ അതിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ തക്കവണ്ണം യേശുക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് ബുദ്ധി എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ ഈ പ്രസംഗത്തിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കുന്നത് ഗുണകരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ പ്രസംഗത്തിൻ്റെ ഇത് ഏഥൻസ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ വിദ്വാൻമാരുടെ, ബുദ്ധിജീവികളുടെ, തത്വചിന്തകന്മാരുടെ ഒരു നാടായിരുന്നു അന്ന്. അത് വേദപുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. പൗലോസ് അവരെയും പ്രതീക്ഷിച്ച് ആഥൻസിൽ താമസിക്കവേ, ഇത് പൗലോസ് അപ്പോസ്തലനാണ് ഈ പ്രസംഗിക്കുന്നത്. അത് അഥേനയിലാണ്. നഗരം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവൻ്റെ മനസ്സിൽ വലിയ ക്ഷോഭമുണ്ടായി. അതിനാൽ സിനഗോഗിൽ വെച്ച് യഹൂദന്മാരെയും മറ്റ് ജനങ്ങളുമായും പൊതുസ്ഥലത്ത് വെച്ച് എല്ലാ ദിവസവും അവിടെ കൂടിയിരുന്നവരുമായി അവൻ വാദപ്രതിവാദം നടത്തി. പൗലോസ് അപ്പോസ്തലൻ ചെയ്ത പ്രവൃത്തിയാണ് എഴുതിയിരിക്കുന്നത്. അവർ എങ്ങനെയുള്ളവരായിരുന്നു ഇനി അടുത്ത ഭാഗത്തിൽ വായിക്കും. ചില എപ്പിക്കൂരിയൻ ചിന്തകരും സ്റ്റോയിക് ചിന്തകരും അവനോട് തർക്കിച്ചു. അപ്പം ഇങ്ങനെ ഈ സ്റ്റോയിക് ചിന്തകർ, അതുപോലെ തന്നെ എപ്പിക്കൂരിയൻ ചിന്തകർ, അതുപോലെ അരിസ്റ്റോട്ടലിൻ്റെ, സോക്രട്ടീസിൻ്റെ, പ്ലാറ്റോയുടെ ഒരുപാട് തത്വചിന്തകന്മാരുടെ നിമിത്തം ഒരുപാട് ബുദ്ധിജീവികൾ, ലോകപ്രകാരം ജ്ഞാനികളായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഏഥൻസ്. ഇന്നും ഏഥൻസ് സന്ദർശിക്കുന്ന സന്ദർശകർ കോടാനുകോടികളാണ്. കാരണം എന്താണത്? അത്രയും പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. അവിടെ അപ്പോസ്തലനായ പൗലോസ് അവരോട് ചില എപ്പിക്കൂരിയൻ ചിന്തകരും സ്റ്റോയിക് ചിന്തകരും അവരോട് തർക്കിച്ചു. ചിലർ പറഞ്ഞു, ഈ വിഡ്ഢി എന്തു പറയാനാണ് ഭാവിക്കുന്നത്? ഇവൻ വിദേശ ദേവതകളുടെ പ്രചാരകനാണെന്ന് തോന്നുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞു. അവൻ യേശുവിനെക്കുറിച്ച് പുനരുദ്ധാനത്തെക്കുറിച്ചും പ്രസംഗിച്ചിരുന്നു. 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പൗലോസിൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയം. എന്തൊക്കെയാണ്? യേശുവിനെക്കുറിച്ചും അവൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചും. അവൻ്റെ പുനരുദ്ധാനം മരണശേഷമായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവിക സത്യമാണ്. അതിൻ്റെ 19-ാം വാക്യത്തിൽ അവർ അവനെ പിടിച്ച് അരയോപാഗസിൽ കൊണ്ടു ചെന്ന് നിർത്തിയിട്ട് ചോദിച്ചു, നീ അവതരിപ്പിക്കുന്ന ഈ പുതിയ പ്രബോധനം എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? ഒരു ചോദ്യമാണ് അവർ. നല്ല കാര്യമാണ്. നീ അവതരിപ്പിക്കുന്ന ഈ പുതിയ പ്രബോധനം എന്താണെന്ന് പറഞ്ഞാൽ യേശുവും അവൻ്റെ പുനരുദ്ധാനവും, യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനവും. 20-ാം വാക്യത്തിൽ വിചിത്രമായ കാര്യങ്ങളാണല്ലോ നീ സംസാരിക്കുന്നത്, ഇവയുടെ അർത്ഥമെന്ത് എന്ന് ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. എല്ലാ ആഥൻസുകാർ, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. 20-ാം വാക്യത്തിൽ 21-ാം വാക്യം, എല്ലാ ആഥൻസുകാർക്കും അവിടെ താമസിച്ചിരുന്ന വിദേശികൾക്കും പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് കേൾക്കുന്നതിനും അല്ലാതെ മറ്റൊന്നിനും സമയമുണ്ടായിരുന്നില്ല.
എന്ന് പറഞ്ഞാൽ അവർ വളരെ തത്വചിന്തയിൽ മുഴുകിയിരുന്ന ഒരു ദേശമായിരുന്നു. അവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ ചെന്ന് യേശുവിനെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും പറഞ്ഞത്. ഇത് വായിക്കാനുള്ള കാരണം, ഇന്ന് നമ്മുടെ മലയാള നാട്ടിൽ ഇന്നും അന്നത്തെ പോലെ എന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ച ആ കാലഘട്ടത്തെ പോലെ അഥേനയെ പോലെ അതിഭക്തന്മാരെ കൊണ്ട് എന്നുവെച്ചാൽ എല്ലാവിധത്തിലും മതനിഷ്ഠയുള്ളവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മതചിന്തകന്മാരെ കൊണ്ട് നിറഞ്ഞ ഒരു ദേശമാണ് മലയാള നാട്, നമ്മുടെ കേരളം. അതുകൊണ്ട് ഈ അപ്പസ്തോലൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രസംഗിച്ച ഈ പ്രസംഗം, അത് ലൂക്കോസ് അത് എഴുതി സൂക്ഷിക്കുകയും അത് നമ്മളിന്ന് വായിച്ച് പഠിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. മതനിഷ്ഠയുള്ളവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. ഇവിടെ സത്യം കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ദൈവം ആഗ്രഹിക്കുന്നത് മതഭക്തരെ അല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവഭക്തന്മാരെയാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ 24-ാം വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞ ഒരു ഭാഗമാണ്. പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യ നിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത്. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഈ വിശ്വവിഖ്യാതമായ തത്വചിന്തകന്മാരോട് പറയുകയാണ്, നമ്മുടെ ദൈവം, സാക്ഷാൽ ദൈവം, വേദപുസ്തകത്തിൽ അബ്രാഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവം, അവൻ നമ്മുടെ സൃഷ്ടാവാണ്. സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയും കർത്താവുമാണ്. ഇവനാണ് ദൈവമായ ഈ ദൈവമാണ് നമ്മളെ നിർമ്മിച്ചത്, നമ്മളെ സൃഷ്ടിച്ചത്. ഈ ദൈവം അവൻ ആലയങ്ങളിൽ വസിക്കുന്നില്ല. കാരണം എന്താണ്? അവിടെ ഒരുപാട് ക്ഷേത്രങ്ങളായിരുന്നു. ഇത് ടെമ്പിൾ എന്ന ആ വാക്ക് അതിൻ്റെ ഗ്രീക്ക് പദത്തിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയപ്പോൾ ഇത് ക്ഷേത്രം എന്നാണ് പരിഭാഷപ്പെടുത്തിയത്. അതുകൊണ്ട് ഇത് ഒരു തെറ്റായ പരിഭാഷയോ അതിലൊരു തെറ്റായ വിമർശനമോ ഞാൻ ഉദിക്കുന്നില്ല. അത് പള്ളിയായാലും ക്ഷേത്രമായാലും എന്തായാലും അവിടെ അത് മനുഷ്യനിർമ്മിതമാണോ, അവിടെ ദൈവം സൃഷ്ടാവ് വസിക്കുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. എന്നെ ആരെങ്കിലും ഹിന്ദുക്കൾ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേറെ വേണ്ട, ഇതൊരു പരിഭാഷ മാത്രമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത്. നമുക്കതിൻ്റെ 25-ാം വാക്യമൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കി. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിങ്ങൾ സൃഷ്ടാവിലേക്ക് തിരിയണം, നിങ്ങളുടെ മനസ്സ് തിരിയണം. സൃഷ്ടാവായ ഒരു ദൈവമുണ്ട്, അവനാണ് നമ്മളെ സൃഷ്ടിച്ചത്. എന്നാൽ ഗ്രീക്ക് യവന സംസ്കാരവും യവന തത്വചിന്തകന്മാരുടെ ചിന്തകളും ലോകമയമായ ചിന്തകളും എതിരായിട്ടുള്ള ഒരു ചിന്തയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രങ്ങൾ പണിയുകയും അവിടെ പൂജാഗിരികളും അവിടെ നടന്നിരുന്ന കാര്യങ്ങളൊക്കെ വളരെ മ്ലേച്ഛമായിരുന്നു. നമുക്കറിയാം, കൊറിന്ത്യയിലെ ലേഖനം നമ്മൾ പഠിച്ചു. അവിടെ എത്രയോ മോശമായ രീതിയിലുള്ള ശുശ്രൂഷകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇത് വളരെ ശക്തമായ ചില ഉപദേശങ്ങൾ നമുക്കിതിൽ നിന്ന് പഠിക്കാം. നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കുന്നുവെങ്കിൽ നല്ല കാര്യമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തുകൊണ്ട്? വൈ ഷുഡ് യു ലിസൺ? ഞാൻ പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് കേൾക്കണം? നിങ്ങൾ എന്തുകൊണ്ട് ദൈവവചനം വായിക്കുന്നില്ല? നിങ്ങൾ ദൈവവചനം ഈ ഭാഗം വായിക്കുമ്പോൾ അത് നിങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും, നേരിട്ട് സംസാരിക്കും, നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് തരും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പല ഘട്ടങ്ങളിലായി പല സന്ദേശങ്ങളിൽ പറഞ്ഞത്, നിങ്ങൾ കർത്താവ് യേശുവിൽ വിശ്വസിക്കണം. അവൻ്റെ മരണം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കണം. അങ്ങനെ ആത്മീയനായി തീർന്ന ആത്മീയ കാര്യങ്ങൾ നമ്മൾ വിവേചിക്കണം. ഞാനും നിങ്ങൾ അങ്ങനെയുള്ളവരായിരിക്കണം എന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം 25-ാം വാക്യത്തിൽ താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ഇത് ഞാൻ സത്യവേദോസിലെ പരിഭാഷ വായിച്ചത്. എന്നാൽ POC ബൈബിളിൻ്റെ പരിഭാഷ വായിച്ചു കഴിഞ്ഞാൽ ഇതൊരു കുഴപ്പമില്ലാത്തൊരു കാര്യം എന്നുള്ള നിലയിലാണ് അവർ
അതിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അത് കാരണം അവർക്ക് സൗകര്യാർത്ഥം ചെയ്തിരിക്കുന്നതാണ്. സർവശക്തൻ മനുഷ്യ കൈകളിൽ കൊണ്ട് പണിത ഒന്നിലും അത് വസിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ റോമൻ കത്തോലിക്കരുടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക മുതലുള്ള എല്ലാ പള്ളികളിലും ദൈവം സർവശക്തൻ വസിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് നല്ല കാര്യമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 25-ാം വാക്യത്തിൽ അവൻ ഈ ദൈവം, ഈ സൃഷ്ടാവായ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ അത് മുട്ടുള്ളവനല്ല. ഇത് സെൽഫ് സഫിഷ്യൻസി ഓഫ് ഗോഡാണ്. ഇതിൽ തന്നെ ഒരു വലിയ ദൈവിക ശാസ്ത്രം നമുക്ക് പഠിക്കാനുണ്ട്. ദൈവം ഒന്നിനും മുട്ടുള്ളവനല്ല, നമ്മുടെ സഹായം വേണ്ടവനല്ല. അവൻ സെൽഫ് സഫിഷ്യൻ്റാണ്. സകലവും അവനിൽ സ്വയത്തിൽ ഉള്ളവനാണ്. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ അവൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ശുശ്രൂഷ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതെങ്ങനെയാണ്? അവനിലേക്ക് മാനസാന്തരപ്പെട്ട് അവൻ്റെ പദ്ധതിയായ തൻ്റെ പുത്രനിൽ പാപപരിഹാരകനായി മരിച്ചു എന്ന് വിശ്വസിച്ച്, അവൻ്റെ പുനരുദ്ധാനത്തിൽ വിശ്വസിച്ച്, ദൈവഭാഗത്തേക്ക് വന്ന് ദൈവത്തെ അനുസരിച്ച് അവനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുക എന്നുള്ളത് അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്തോത്ര കാഴ്ചയാണ്. അതൊരു ശുശ്രൂഷ ആണ് എങ്കിൽ കൂടി അത് ദൈവത്തിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യുപകാരമാണ്. അങ്ങനെ 26-ാം വാക്യത്തിലേക്കാണ്, ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അവരുടെ നിവാസത്തിനും അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. എത്രയോ ശക്തമായ ഉപദേശമാണ്. ആദാമിനെ സൃഷ്ടിച്ച ദൈവം ആദാമിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചു. അവർക്ക് ആദ്യമായി ഉണ്ടായ കുഞ്ഞാണ് കായേൻ, അതിനുശേഷം ഏബേൽ, അതിനുശേഷം ശേത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വംശാവലി ഏക മനുഷ്യരിൽ നിന്നുണ്ടായത്. നമ്മളെല്ലാവരും വരുന്നത് ആദാമിൻ്റെ മക്കളായിട്ട് തന്നെയാണ്. എന്നാൽ ജലപ്രളയത്തിന് ശേഷം 8 പേര് മാത്രമാണ് ശേഷിച്ചത്. നോഹയും അവൻ്റെ ഭാര്യയും 3 മക്കളും അവരുടെ മക്കൾ. അങ്ങനെ 8 പേരിൽ കൂടെ മാത്രമുള്ള ജീൻസിലൂടെയാണ് നാം എല്ലാവരും വരുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാ ആണുങ്ങളും ഒരേപോലെ എല്ലാം ആണത്വമുള്ളവരാണ്, മനുഷ്യ സാദൃശ്യമുള്ളവർ. എല്ലാ സ്ത്രീകളും സ്ത്രീത്വമുള്ളവരും ദൈവസാദൃശ്യമുള്ളവരുമാണ്. എന്നാൽ പിൽക്കാലങ്ങളിൽ മനുഷ്യൻ്റെ ചിന്തകളും സാത്താൻ്റെ പ്രലോഭനങ്ങളും വന്ന് ജാതീയമായിട്ടുള്ള ഭക്തി തുടരുകയാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അത് ബാബേലിൽ തുടങ്ങിയ ഒരു വിഷയമാണ്. അപ്പം അങ്ങനെ ബാബേലിൽ തുടങ്ങി അത് പൗലോസ് അപ്പോസ്തലൻ്റെ കാലത്ത് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. അതുകൊണ്ട് ഈ യവന ചിന്തകൾ, അവരുടെ തത്വജ്ഞാനം അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ദൈവത്തിനെതിരായിട്ടുള്ള പല കാര്യങ്ങളാണ് അവിടെ അവർ പഠിച്ചു. അത് മാനുഷികമാണ്. അതുകൊണ്ടാണ്. എന്നാൽ അത് ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്നുള്ളത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് 26-ാം വാക്യത്തിൽ ഭൂതലത്തെ എങ്ങും കുടിയിരിപ്പാനും ഭൂതലത്തെ മനുഷ്യാതി ഒക്കെ ഉളവാക്കി അവൻ്റെ നിവാസനും അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അതുകൊണ്ട് നമുക്കറിയാം, നമ്മളിപ്പോൾ ഇന്ത്യയിൽ, ഞാൻ മലയാളിയായി കേരളത്തിൽ ജനിച്ചു. എൻ്റെ അതിരുകളും എൻ്റെ കാലങ്ങളും ദൈവം നിശ്ചയിച്ച കാര്യങ്ങളാണ്. ഞാൻ എന്തുകൊണ്ട് ഒരു പ്രത്യേക വർഷത്തിൽ, പ്രത്യേക മാസത്തിൽ, പ്രത്യേക ദിവസം ജനിച്ചു? എനിക്ക് എന്തുകൊണ്ട് അതിരുകൾ ഉണ്ടായി? ഇതെല്ലാം ദൈവത്തിൻ്റെ നിശ്ചയത്തിൽപ്പെട്ട കാര്യങ്ങൾ. എന്നാൽ എൻ്റെ 27-ാം വാക്യത്തിൽ ഒരു ഉത്തരവാദിത്വം നമുക്ക് നൽകുന്നുണ്ട്. ഈ സൃഷ്ടാവായ ദൈവം എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, മനുഷ്യജാതിയെക്കുറിച്ചും ആദാമിൽ നിന്ന് ജനിച്ച സകല മനുഷ്യരെക്കുറിച്ചും ഒരു ഉത്തരവാദിത്വം ആഗ്രഹിക്കുന്നു. അതാണ് 27-ാം വാക്യം. അവർ, ഈ മനുഷ്യജാതി, ആദാം, ഒരു മനുഷ്യരിൽ നിന്നുണ്ടാക്കപ്പെട്ട നാം എല്ലാവരും തന്നെ, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ. ഇതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് വംശാവലിയിൽ ജനിച്ചാലും, ചില മനുഷ്യരുണ്ട് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചു, അവരുടെ കുടുംബ ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പലപ്പോഴും ആ കുടുംബ ചരിത്രം എഴുതുന്നത് അവരുടെ മതപരമായ കാര്യങ്ങളുടെ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അല്ലാതെ ഇവർ വന്ന് അവസാനം ആദാമിലോ അല്ലെങ്കിൽ നോഹയിലോ എത്തിച്ചേരുന്നില്ല. ഇതൊന്നുമല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. അവനെ അറിഞ്ഞ്, അവനറിയാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം, നമ്മൾ ഏത് സ്ഥലത്ത് ജീവിച്ചാലും, ഏത് കുടുംബത്തിൽ ജനിച്ചാലും, ഏത് മതപരമായ കാര്യങ്ങളിൽ നമ്മൾ
നമുക്ക് വളർച്ച ഉണ്ടാകുന്നുവോ, എന്തൊക്കെയായിരുന്നാലും ദൈവം നമ്മൾ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു ഉത്തരവാദിത്വം അവനെ തൂക്കി അവനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ഒരു മുഖാന്തരമാണ് ദൈവവചന പഠനം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച അപ്പസ്തോലന്മാർ ഈ ദൈവിക സത്യങ്ങൾ പ്രസംഗിക്കുകയും ദൈവം ആഗ്രഹിച്ച വിധത്തിൽ ദൈവം ഉദ്ദേശിച്ച രീതിയിൽ അത് വേദപുസ്തകത്തിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്തു. അതാണ് നമ്മൾ പഠിച്ച് അങ്ങനെ ദൈവത്തെ കണ്ടെത്തി നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരണം. അതിന് 28 വാക്യത്തിൽ അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അതിന് 29 വാക്യം നാം ദൈവത്തിൻ്റെ സന്താനമെന്ന് വരികയാൽ ദൈവം മനുഷ്യൻ്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർന്നിരിക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയുടെ സദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. ദൈവം സൃഷ്ടാവാണ്, അവൻ അരൂപിയാണ്. നമുക്കറിയാം ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു, എബ്രാഹിമിനെ തിരഞ്ഞെടുത്തു, അതിൽ നിന്നൊരു ജാതിയെ ഉണ്ടാക്കി, ഇസഹാക്കിൽ നിന്നും 12 ഗോത്രങ്ങളിൽ നിന്നും ഒരു രാഷ്ട്രമാക്കി തീർത്തു. അതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അവർക്ക് ന്യായപ്രമാണം കൊടുത്തു. ഈ ന്യായപ്രമാണത്തിൽ അവർക്ക് സമാഗമന കൂടാരം ഉണ്ടാക്കേണ്ടതായിരുന്നു. ആ സമാഗമന കൂടാരത്തിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതിനാണ് നമ്മൾ ഷക്കീന ഗ്ലോറി എന്ന് പറയുന്നത്. ഈ ഷക്കീന ഗ്ലോറി ഉള്ള ഒരു ദേവാലയമായിരുന്നു ശലോമോൻ പണിതത്. അവിടെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതുപോലെ നമ്മൾ ഇന്ന് പണിയുകയാണെങ്കിൽ സമാഗമന കൂടാരം പോലെ, ഇസ്രായേലിൽ ശലോമോൻ പണിത ദേവാലയം പോലെ, തുടർന്ന് 2ാമത്തെ ദേവാലയം പോലെ, അതുപോലെ നമ്മൾ പണിതുകൊണ്ട് ദൈവം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് ഇസ്രായേലിനോട് സംബന്ധിച്ച് ദൈവ സാന്നിധ്യത്തിന് ഒഴിക്കുക ദൈവത്തിൻ്റെ മാർഗമാണത്. കാരണം അവർ ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമായതുകൊണ്ട് അതിനെ നമ്മൾ ആരും അനുകരിച്ചാൽ അവിടെ ദൈവം സാന്നിധ്യം ഉണ്ടാകത്തില്ല. എത്ര കുന്തിരിക്കം പോയിച്ചാലും എത്ര മണികിലിക്കിയാലും അവിടെ ദൈവ സാന്നിധ്യം ഇല്ല. കാരണം മനുഷ്യ ശില്പ വിദ്യയിൽ പണിതെടുത്ത് ഒന്നിലും തന്നെ ദൈവം വസിക്കുന്നില്ല എന്ന്, അല്ലെങ്കിൽ ഈ വചനം നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ഇത് വളരെ ശക്തമായ ഉപദേശങ്ങളാകിയാൽ ഇത് പലർക്കും അത് ഇങ്ങനെയുള്ള പാരമ്പര്യത്തിൽ അവരുടെ തല വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കഴുകി ഈ കാര്യങ്ങൾ നിറച്ചിരിക്കുകയാണ്. അവരെ ഈ ഐഡിയോളജി ഇതിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ദൈവത്തിന് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് 29 വാക്യത്തിൽ ശില്പകൽപ്പയും സങ്കല്പവും അല്ല ദൈവം, അത് പൊന്നും വെള്ളും കൊണ്ടോ വളരെ മനോഹരമായി മനുഷ്യൻ്റെ ശില്പവിദ്യ. നമ്മളിന്ന് പല പള്ളികളിലും പോയാൽ ഒരുപാട് ശില്പവിദ്യകൾ നമുക്ക് കാണാം. വളരെ മനോഹരമായ അൽത്താരകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായി. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റൻ്റ് മാർട്ടിൻ ലൂതറിൻ്റെ കാലം മുതൽ ഒരുപാട് ഇപ്പോൾ ജർമ്മനിയിലും ലണ്ടനിലും ഫ്രാൻസിലും എല്ലാം അതിമനോഹരങ്ങളായ പള്ളികൾ പണിതിട്ടുണ്ട്. അത് ദേവാലയം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട്, കാരണം അവിടെ ദൈവം വസിക്കാത്തതുകൊണ്ടാണ്. പള്ളികളാണത്, മനുഷ്യനിർമ്മിതമായ എത്രയോ മനോഹരമായ സൗധങ്ങളാണ് അവർ പണിതിരിക്കുന്നത്. ഇന്ന് റോമിൽ പണിതിരിക്കുന്ന പള്ളി, സെൻറ്റ് പീറ്റേഴ്സ് ബെൽസിലിക്ക എന്ന് പറയുന്നത് മനോഹരമായ ഒരു അത്ഭുത ജനിപ്പിക്കുന്ന ഒരു ശില്പം തന്നെയാണ്. എന്നാൽ അവിടെ ദൈവം വസിക്കുന്നില്ല, സൃഷ്ടാവ് വസിക്കുന്നില്ല, അവിടെ അവനെ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് നാം മനസ്സിലാക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ, പൗലോസിൻ്റെ ഈ പ്രസംഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിന് 30-ാം വാക്യം വരുമ്പോൾ 30-ാമത്തെ വാക്യത്തിൽ എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഏതൊരു അവസ്ഥയിലായാലും, നമ്മൾ ജനനം കൊണ്ട് ഏത് കുടുംബത്തിൽ ജനിച്ചാലും, ഏത് മതപരമായ തത്വചിന്തകളിൽ നാം ജീവിക്കുന്നുവെങ്കിൽ, ഏതൊക്കെ തരം ശുശ്രൂഷകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും, ഇതെല്ലാം ദൈവം പറയുന്നത് ഇത് അറിയായ്മയുടെ കാലങ്ങളാണ്. അപ്പോൾ ദൈവം അതിനെ ക്ഷമിക്കാൻ തയ്യാറാണ്. എന്നിട്ട് പറയുകയാണ്, അറിയായ്മയെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും ഏതൻസിൽ മാത്രമല്ല, എല്ലായിടത്തും, ഭൂലോകത്തെ എല്ലായിടത്തും ലക്ഷ്യമാക്കി എല്ലായിടത്തും എല്ലാവരും
മാനസാന്തരപ്പെടണം, മനസ്സിന് അന്തരം വരണം. ദൈവമാര്, ക്രിസ്തുവാര്, കാൽവരി നടന്നത്, മരിച്ചു, അടക്കം ഉയർത്തി എന്നീ കാര്യങ്ങളെ സംബന്ധിച്ച ഒരു മാനസാന്തരം നമുക്ക് ആവശ്യമാണ് എന്ന് വേദപുസ്തകം പറഞ്ഞു. ഇത് എൻ്റെ സ്വന്തമായ അഭിപ്രായം, ഞാൻ ചിന്തിച്ച് കണ്ടെത്തിയൊന്നുമില്ല. ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ തക്കവണ്ണം ഞാൻ വായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, എൻ്റെ 31-ാം വാക്യം വളരെ ശക്തമായൊരു ഉപദേശമാണ്. താൻ നിയമിച്ച, താൻ എന്ന് പറയുന്ന ഒരു ദൈവമാണ്, ദൈവം നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ, അത് ആ അവൻ എന്നുള്ള ദൈവമാണ്, ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ, അത് ആരാണോ നിയമിച്ച അവനെ, അത് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. എത്രയോ ശക്തമായ ഉപദേശം. അതുകൊണ്ട് ഇത് നമുക്ക് സംക്ഷേപമായിട്ട് ഇപ്രകാരം പറയാൻ കഴിയും. ദൈവം സൃഷ്ടാവാണ്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. ഈസ് ക്രിയേറ്റർ. ഈ കാണുന്നതും ദൃശ്യവും അദൃശ്യവും എല്ലാം സൃഷ്ടിച്ചത്, ആകാശവും ഭൂമിയും സ്വർഗാദി എല്ലാം സൃഷ്ടിച്ച ദൈവമാണ്, സൃഷ്ടാവാണ് ദൈവം. ദൈവം എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റ് സകലവും പ്രദാനം ചെയ്യുന്നു. ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിൽ വസിക്കുന്നില്ല. ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളെ ശുശ്രൂഷയും സ്വീകരിക്കുന്നില്ല. ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ പല പള്ളികളിൽ നിന്ന് അടച്ചു പൂട്ടേണ്ടി വരും. അത് ഗവൺമെൻറ് ഉത്തരവ് പ്രകാരമോ അല്ലയോ, ഇന്ന് പലതും അടച്ചു കിടക്കുകയാണ്. ഇത് അടച്ചിടേണ്ടി വരും. കാരണം എന്താണ്? അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ല, അശുശ്രൂഷകൾ ദൈവം സ്വീകരിക്കുന്നില്ല. പിന്നെ യേശുക്രിസ്തുവിൻ്റെ ന്യായവിധി, 30-ാം വാക്യം. യേശുക്രിസ്തുവൻ ന്യായാധിപൻ, ന്യായം വിധിക്കാൻ വരാൻ പോവുകയാണ്. ദൈവം അവനെയാണ് നിശ്ചയിച്ചത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയങ്ങൾ. ഇത്തരം ദൈവിക സത്യങ്ങൾ തിരുവചനം പഠിപ്പിക്കുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഉപദേശമല്ല. ഇത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വ്യക്തിപരമായിട്ട് ദൈവം ബോധ്യം നൽകും. ദൈവം സൃഷ്ടാവാണെന്ന് ഇവിടെ എഴുതിയിരിക്കുകയാണ്. യേശുക്രിസ്തു ന്യായം വിധിക്കാൻ വരാൻ പോകുന്നു. അതുമാത്രമല്ല, അതിന് തെളിവെന്താണ്? അവനെ മരിച്ചുവരുന്ന ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ ഈ മരിച്ചുവരുന്ന പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കണ്ട അപ്പസ്തോലന്മാരാണ് അതിന് ദൃക്സാക്ഷികൾ. അവരുടെ സാക്ഷ്യമാണ് നമുക്കുള്ള ഉറപ്പ്. കാരണം എന്താണ്? അവർ കണ്ടവരാ. അവർ കണ്ടു, ഈ ജീവിച്ചിരുന്ന ക്രിസ്തുവിനെ കണ്ടു, കാൽവരിക്കുരിശിൽ മരിച്ചത് കണ്ടു. അവനെ ഉയർത്തെഴുന്നേറ്റ് അവരോട് സംസാരിക്കും, അവരോട് ഭക്ഷണം കഴിക്കുക, അവരുടെ മുന്നിൽ സ്വർഗ്ഗാരോഹണം ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇത്തരം ദൈവിക സത്യങ്ങൾ തിരുവചനം പഠിപ്പിക്കുന്നു, തിരുവചന സത്യങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നോട് വ്യക്തിപരമായി നിങ്ങൾക്ക് വിരോധത്തിന് യാതൊരു ആവശ്യമില്ല. ഇതാണ് വേദപുസ്തകം. ബൈബിൾ ചർച്ചിൻ്റെ പ്രത്യേകത ഇതാണ്. ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു ആ കാര്യങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആയതിനാൽ നമ്മളെക്കുറിച്ചുള്ള ദൈവം ഉദ്ദേശിക്കുന്ന ഉത്തരവാദിത്വം എന്താണ്? മാനസാന്തരം, മനസ്സന്തരം. ദൈവത്തെക്കുറിച്ച്, അവൻ സൃഷ്ടാവാണ്, അവൻ നമ്മുടെ ശുശ്രൂഷ അവന് വേണ്ട, അവൻ മതിയായവനാണ്, യേശുക്രിസ്തുവിൻ്റെ. അതുകൊണ്ട് ദൈവത്തിലേക്കുള്ള മാനസാന്തരം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ കൊരിന്ത്യ ലേഖനം പഠിച്ചപ്പോഴും നമ്മൾ വായിച്ചു. കൊരിന്ത്യയിലേക്ക് അപ്പസ്തോലനായ പൗലോസ് പോവുകയാണ്. അവൻ പറഞ്ഞത് എന്താണ്? ആരോട് പറഞ്ഞു? അവിടെ യഹൂദന്മാരോടും ഭക്തന്മാരായ യവനന്മാരോടും. ദൈവഭക്തന്മാരായിരുന്നു അവർ. അത് ദൈവಕ್ಕೆ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവരെന്ത് പറഞ്ഞു? ഈ യേശുവാണ് ക്രിസ്തു. ഈ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതാണ് പ്രധാന വിഷയം. അത് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞ കാര്യങ്ങൾ, തിരുവചനത്തിലെ കാര്യം നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, പൗലോസ് അപ്പസ്തോലൻ്റെ പ്രത്യാശയും ദൈവം അവന് കൊടുത്ത ധൈര്യവും ശക്തിയും എല്ലാം നമുക്കും ലഭിക്കും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ദൈവത്തിലേക്കല്ലോ നമുക്ക് മാനസാന്തരപ്പെടണം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. താങ്കൾ വിശ്വസിക്കുന്നോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നു, എന്നെ കേൾക്കുന്നത് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ അതിലൊരുപാട് ഫലങ്ങൾ നമുക്ക് ദൈവം തന്നെ നമുക്ക് നൽകും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കണമേ എന്ന്
കാക്കണമേ, പരിപാലിക്കണമേ എന്ന്, മാനസാന്തരത്തിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങളിൽ ചെയ്യണമേ എന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്തയാഴ്ച കാണാം, കേൾക്കാം.